Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Kochi. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രീമറൈറ്റൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പ്രീമറൈറ്റൽ കൗൺസിലിംഗ് എടുക്കാത്തത് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു ദമ്പതിയുടെ കഥ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഭാര്യ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതായിരുന്നു കാരണം. ഇൻഫെക്ഷൻ വരുമ്പോഴെല്ലാം അവർ ആന്റിബയോട്ടിക് കഴിക്കുമായിരുന്നു. 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ഇൻഫെക്ഷൻ വരും. ഒരിക്കൽ ഇൻഫെക്ഷന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലും ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് കാരണം രണ്ടുപേർക്കും ശാരീരികമായി ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നില്ല. കൂടാതെ ഭർത്താവിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശീഘ്രസ്ഖലനവും ഉദ്ധാരണ പ്രശ്നങ്ങളും. ആ പ്രശ്നം പറഞ്ഞപ്പോൾ കൺസൾട്ട് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അദ്ദേഹത്തിന് കുറച്ച് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷെ അത് കഴിച്ചാൽ ഉദ്ധാരണം കിട്ടുമെങ്കിലും റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്നെ കാണാൻ വന്നത്. ഞാൻ രണ്ടുപേരോടും കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഭർത്താവിനെ പരിശോധിക്കുകയും ചെയ്തു. പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ അഗ്രചർമ്മം പുറകോട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. വളരെ കുറച്ചു മാത്രമേ പുറകോട്ട് വരത്തുള്ളായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ലിംഗത്തിന്റെ അഗ്രം ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. അത് കാരണം പരിശോധിക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല. ഞാൻ മരവിപ്പിക്കാനുള്ള മരുന്ന് തേച്ചതിന് ശേഷം അത് പുറകോട്ട് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബഹളം വയ്ക്കാനും വിയർക്കാനും തുടങ്ങി. തലകറങ്ങുന്ന പോലെ പറഞ്ഞു. ആശ്വസിപ്പിച്ചതിന് ശേഷം ഓയിൻമെന്റ് വീണ്ടും അപ്ലൈ ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞ് മെല്ലെ മെല്ലെ പുറകോട്ട് മാറ്റിയപ്പോൾ അതിനുള്ളിൽ നിറയെ കട്ട പിടിച്ച സെക്രീഷൻ ആയിരുന്നു. അതിനെ സ്മെഗ്മ എന്ന് പറയും. അത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുത്തു. വല്ലാത്ത സ്മെല്ലും ഉണ്ടായിരുന്നു. 30 വയസ്സായെങ്കിലും ജീവിതത്തിൽ ആദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ അഗ്രചർമ്മം പുറകോട്ട് മാറ്റിയത്. ഇത് കാരണമായിരുന്നു ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വന്നിരുന്നത്. പുറകോട്ട് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും അതിന് വേണ്ടുന്ന ഓയിൻമെന്റ് കൊടുത്തു വിടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് അവിടെ തൊടാനോ അത് പുറകോട്ട് മാറ്റാനോ കഴിയുന്നുണ്ടായില്ല. ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. ഭാര്യയെ തൊടാനും അനുവദിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ അത്ര സെൻസിറ്റീവ് ആയിരുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് സർക്കംസിഷൻ വളരെയധികം ഗുണം ചെയ്യും. പക്ഷെ ഇതെല്ലാം തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. വിവാഹം കഴിഞ്ഞ് ഭാര്യയെ ഈ പ്രശ്നം അറിയിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ആരും വിശ്വസിക്കത്തില്ല. ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ഈ പ്രശ്നവുമായി എന്നെ കാണാൻ വരുന്നത് വിവാഹശേഷം ഭാര്യയുമായിട്ടായിരിക്കും. അതിനാലാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അൺകൺസുമേറ്റഡ് മാരേജ് അല്ലെങ്കിൽ ശാരീരികമായി ബന്ധപ്പെടാൻ കഴിയാത്ത മാരേജ് ആയിട്ട് വരുന്ന ചില ഭർത്താക്കന്മാരെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഞാൻ കാണാറുണ്ട്. ഇതിനെ ഫൈമോസിസ് എന്ന് പറയും. വളരെ സീവിയർ ആയിട്ടുള്ളതാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ സർക്കംസിഷൻ ചെയ്യുന്നതാണ് നല്ലത്. പാർഷ്യലായിട്ട് കുറച്ചു മാത്രം പുറകോട്ട് വരുമെങ്കിൽ അത് കംപ്ലീറ്റ് ആയി പുറകോട്ട് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. അതൊരു മാസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നം ആരും അറിയാതെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ പല പുരുഷന്മാർക്കും ഇതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല. അവർ ആരോടും പറയാനും ശ്രമിക്കത്തില്ല. അവർക്കത് നാണക്കേടാണ്. ഇനി ഇത് പാർഷ്യലായിട്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വേദന ഉണ്ടാവുകയും ഉദ്ധാരണം നഷ്ടപ്പെടുകയും ചെയ്യും. അത് ഇതുകൊണ്ടാണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തുമില്ല. അവർ മെഡിക്കൽ ഷോപ്പുകളിൽ ഉദ്ധാരണത്തിന് കിട്ടുന്ന മരുന്നുകൾ മേടിച്ച് ട്രൈ ചെയ്യും. അപ്പോഴും പ്രശ്നം മാറുന്നില്ല. കാരണം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഈ പകുതിയിലെത്തിയ അഗ്രചർമ്മം മുഴുവനായിട്ടും പുറകോട്ട് വരാൻ ശ്രമിക്കും. അപ്പോഴാണ് അവർക്ക് വേദന വരികയും വേദന കാരണം ഉദ്ധാരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫൈമോസിസ് ഉള്ള ആൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാറില്ല. എങ്കിൽ കൂടിയും രണ്ടുപേരുടെയും പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമായി സ്കിന്ന് പുറകോട്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ രണ്ടുപേർക്കും ചാൻസുകളുണ്ട്. എന്നെ കാണാൻ വന്ന ഈ പേഷ്യന്റിന് ശീഘ്രസ്ഖലനത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ലിംഗത്തിന്റെ അഗ്രം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ. കാരണം അതൊരിക്കലും എക്സ്പോസ് ചെയ്തിട്ടേ ഇല്ല. സാധാരണ എല്ലാവർക്കും അഗ്രചർമ്മം പുറകോട്ട് വരികയും ലിംഗത്തിന്റെ അഗ്രം എക്സ്പോസ് ചെയ്തിരിക്കുകയും ചെയ്യുന്നതിനാൽ ഈ സെൻസിറ്റിവിറ്റി കുറയാറുണ്ട്. അവർക്ക് ആര് തൊട്ടാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് മാറ്റിയെടുത്തില്ലെങ്കിൽ ശീഘ്രസ്ഖലനത്തിനുള്ള മരുന്ന് കഴിച്ചാലും
പ്രശ്നങ്ങൾ തുടരും. കൗൺസിലിങ്ങിന് വരുമ്പോൾ പുരുഷന്മാരെ ഞാൻ പരിശോധിക്കാറുണ്ട്. അഗ്രചർമ്മം പുറകോട്ട് വരുമോ എന്ന് നോക്കുന്നത് പോലെ തന്നെ അവരുടെ വൃഷ്ണത്തിന്റെ സൈസും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. ബീജം പോകുന്ന വാസ് ഡിഫറൻസ് എന്ന ട്യൂബ് ഉണ്ടോ എന്നും വാരിക്കോസിൽ എന്ന കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതും ഫെർട്ടിലിറ്റി ഇവാലുവേഷന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.